അളിയ ടോമി, അവള് പോടാ. അവളെ ആ സാഗർ അടിച്ചോണ്ട് പോടാ, മഹാലക്ഷ്മിയെ. അണ്ണൻ വെറുതെ കള്ളം പറയരുത്. എടാ ടോണി, കള്ളോരടാ, സത്യം ഞാനീ പറയുന്നത്. സാഗർ അണ്ണനെ വിളിച്ചായിരുന്നോ? എടാ വിളിച്ചിട്ടൊന്നുമില്ല. കുറെ നേരമായി പുറത്തു പോയി അവളെ കാണാതായിട്ട്. അപ്പൊ പിന്നെ സാഗർ അവളെ അടിച്ചോണ്ട് പോയി കാണുമല്ലോ. എന്നുറപ്പിക്കാവോ? ഉറപ്പിക്കാവടാ. കുറച്ച് കഴിയുമ്പോ സാഗറിന്റെ ഒരു വിളി വരും. അണ്ണാ, ഞാൻ പണി പറ്റിച്ചൂന്നും പറഞ്ഞു. അങ്ങനെങ്കിൽ അവൻ ഇനി ഒരു 4-5 മാസം കഴിയാനുള്ള പൈസ അവന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം. നിനക്കറിയാവോ, അഡ്വാൻസ് കുറച്ചിട്ട് കൊടുത്തതാ. എന്നാലും കണ്ണന്റെ ഒപ്പം മഹാലക്ഷ്മി മഹാദേവിയെ പോലെ ജീവിച്ചതല്ലേ. അപ്പം അതിനൊപ്പം നമ്മുടെ സാഗറിനെ പിടിച്ചേക്കണ്ടേ? അത് കഴിഞ്ഞ് അവളുടെ വയറ്റിലൊരു കുഞ്ഞു കുരുത്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. അവള് പിന്നെ അവനെ വിട്ടുപോകാൻ പോകുന്നില്ല. അവൻ വേണ്ടാന്ന് പറഞ്ഞാലും അവൾ അവനെ ചുറ്റി വരിഞ്ഞു നിന്നോളും. അണ്ണന്റെ കറണ്ട് തടിച്ചവളല്ലേ അവള്? അതിനുള്ള ശിക്ഷ ഞാൻ കരുതി വെച്ചിട്ടുണ്ടടാ ടോമി. ആദ്യം നമ്മൾ പ്രതീക്ഷിച്ചതും നടന്നത് ഒന്നാണെന്നറിയട്ടെ. അത് കഴിഞ്ഞിട്ട് അവനും അവളും കൂടി ജീവിക്കുന്ന വീട്ടിലേക്ക് എനിക്കൊരു പോക്കുണ്ട്. അവളെ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവളുടെ വാതിലിൽ മുട്ടി വിളിക്കും ഞാൻ. എന്നിട്ട് അവള് തേടിക്കൊണ്ട് നടന്ന കണ്ണന്റെ അമ്മാവന്റെ മകൻ മേഘനാഥൻ ഞാനാണെന്ന് അവളോട് പറയും. എടാ, അത് കേട്ടിട്ട് പിന്നെ അവൾക്ക് പോയി കണ്ണനോട് പരാതി പറയാൻ പറ്റില്ലല്ലോ. അതും കിടക്കടാ, അവനായിരിക്കും ആ സാഗർ. ഇത് സാഗർ അല്ലല്ലോ. ഇതാ ജ്വല്ലറിയിലെ മാനേജരാ. അങ്ങേർക്ക് വിളിക്കാൻ കണ്ട സമയം. ഇനിയും വന്നിട്ടില്ല. വിളിച്ചിട്ട് അവളെ എടുക്കുന്നുമില്ല. നമുക്ക് പടക്കം പൊട്ടിക്കാൻ സമയമായോ ഉണ്ണിയേട്ടാ? ഇനി എവിടെയെങ്കിലൊക്കെ കറങ്ങി തിരിഞ്ഞു വന്നിട്ട് എന്തെങ്കിലും കള്ളക്കഥകൾ പറയുമെന്ന് അറിയില്ലല്ലോ. അതിനൊക്കെ അവള് മിടിക്കുക. നമ്മളെ കണ്ണൻ ആക്ഷേപിച്ചെങ്കിലും അവന് നല്ല നീരസമുണ്ട് മോളെ. കണ്ണന് ദേഷ്യം വന്നാലുണ്ടല്ലോ, പിന്നെ അവനെ പിടിച്ചാ കിട്ടില്ല. അവനൊരു തീരുമാനം എടുത്തതാ. അവള് മടങ്ങി വന്നാലും അങ്ങേരുടെ തീരുമാനം എടുക്കാൻ പോകുന്നില്ല അമ്മേ. കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ അവളുടെ മുറിക്കകത്തൊരുത്തം കയറിയതല്ലേ. എന്നിട്ട് എന്തേലും സംഭവിച്ചോ? എന്നാലും അങ്ങേര് ഇങ്ങനൊരു മണ്ടനായി പോയല്ലോ. ഇതുപോലെ സ്വഭാവമുള്ളവരുണ്ടെങ്കിലേ പെണ്ണുങ്ങൾക്ക് എന്ത് അഹങ്കാരം വേണോ കാണിക്കാം. എവിടെ വേണമെങ്കിലും കറങ്ങി നടക്കാം. ഇതവളാ സാഗറിനൊപ്പം തന്നെ പോയതാ. ഇനിയിപ്പോഴേ 1-2 ദിവസം കഴിഞ്ഞേ അവളുടെ മൊബൈല് പോലും ഓൺ ആവുള്ളൂ. ഞാൻ ആ സാഗറിനെ വിളിച്ചിട്ട് അവനും എടുക്കുന്നില്ലല്ലോ. എടാ, അതാ പറഞ്ഞത്, രണ്ടാളും കൂടെ മുങ്ങി നടക്കുവാണെന്ന്. എന്റെ ഈശ്വര, അതൊന്നും നടന്നു കിട്ടുവാണെങ്കിൽ കുടുംബക്ഷേത്രത്തിലെ ഒരു ദിവസത്തെ പൂജ മുഴുവൻ ഞാൻ ചെയ്തോളാവേ. ദേവിക്കൊരു സ്വർണ്ണമാലയും ചാർത്താവേ. ഭഗവതി, ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.